عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. പ്രിയപ്പെട്ട മുത്താലിങ്ങളെ, പണ്ഡിതന്മാരെ, ഖുർആൻ എന്ന വിഷയം ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അവിടെ നിന്ന് ഇറക്കി കൊടുക്കുകയാണ്. ആ ഇറക്കി കൊടുത്ത ഖുർആനിൽ പലവിധമായിട്ടും ഖിയാമത്ത് നാളിനെ കുറിച്ചും മാതാപിതാക്കളെ കുറിച്ചും ഈ ലോകത്ത് എന്തൊക്കെ നടക്കാനുണ്ടോ അല്ലെങ്കിൽ ഇനി കഴിഞ്ഞതെന്തുണ്ടോ അതൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് മാതാപിതാക്കളെ ചെയ്യുന്ന പോലും പറയുന്നുണ്ട്. പക്ഷേ ഖിയാമത്ത് നാളിൽ നടക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നടന്നു കഴിഞ്ഞ കാര്യങ്ങളും ഒക്കെ പറയുന്നില്ലേ? ഖിയാമത്ത് നാളിൽ ഇതാ ഖുർആൻ ഉയരുകയാണ്, ദജ്ജാൽ വരുകയാണ്, മഹദി ഇമാം വരുകയാണെന്നൊക്കെ ഖുർആനിൽ അവിടെ നിന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് നൽകട്ടെ. എന്നിട്ടും ആ വിശുദ്ധ ഖുർആൻ ഒന്ന് ഓതി നോക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അത്രയും നല്ല ഒരു ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ നിന്ന് അല്ലാഹു ഇറക്കി കൊടുത്ത ഖുർആൻ ഒന്ന് നമുക്കൊന്ന് ഒരു മിനിറ്റ് എങ്കിലും ആ രസമൊന്ന് അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് പോലും ഓതി നോക്കാൻ കഴിയുന്നില്ല. ആ ആയത്ത് പോലും ഓതി നോക്കാൻ കഴിയാതെ തിരക്കിന്റെ തിരക്കാണ് നമ്മളിലേക്ക് വരുന്നത്. ആ ഖുർആൻ ഒന്ന് ഓതി നോക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇത്രയും നല്ലൊരു ഖുർആൻ നമ്മളിലേക്ക് അല്ലാഹു ഇറക്കി തന്നിട്ട് ഓതി നോക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഫുള്ളും തിരക്കാണ്, ഫോണിലാണ്. ഖുർആൻ ഓതാൻ ഒരു മീറ്റിംഗ് ഉമ്മ പറഞ്ഞാൽ, മഗ്രിബിന്റെ നേരത്ത് ഒരു തബാറക് ഓതാൻ പറഞ്ഞാൽ ഫോണിലാണ് എല്ലാ നേരവും. ഓതിയാൽ ഓതി, അല്ലെങ്കിൽ ആ കുത്തി പിടിച്ച് നടക്കുന്ന ആ ഫോണിലൊന്ന് നോക്കി തബാറക് ഒന്ന് 2 മിനിറ്റ് ഓതും. തജ്വീദുണ്ടോ? ഇല്ല. അക്ഷരങ്ങൾ തുടരുന്നുണ്ടോ? ഇല്ല. ഖുർആൻ എടുത്തുകൊണ്ട് ഒരു മിനിറ്റ് ഓതി നോക്കാൻ കഴിയുന്നില്ല. പിന്നെ എന്തിനാണ് മുസ്ലിം എന്ന് പറഞ്ഞിവിടെ നിൽക്കുന്നത്? കുറച്ചു നേരമല്ലേ ഖുർആൻ ഓതാൻ പറയുന്നുള്ളൂ. അതിന്റെ ഒന്നും ബർക്കത്തൊന്ന് കിട്ടാൻ വേണ്ടി. പക്ഷേ ഓതി നോക്കുന്നില്ല. ചിലവർ ഓതുന്നവരുണ്ട്, പക്ഷേ അവരോതുന്നതാ ഫോണിലാണ്. ആ ഫോണിൽ ഓതിയതിന്റെ കൂലി അവിടെ കിട്ടുകയില്ല. ആ ഒരു വഖത്ത് നിസ്കാരമെങ്കിലും കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നിസ്കാരത്തിൽ ഓതുന്നതെങ്കിൽ ഒരു ഫാത്തിഹ പോലും അവന്റെ ശരിയാകുന്നില്ല. ഫാത്തിഹ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഫർദ് നിസ്കാരത്തിൽ ഓതേണ്ട ഒരു കാര്യം. ഫർദ് നിസ്കാരത്തിൽ ഏറ്റവും നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ് ഫാത്തിഹ ഓതൽ. ആ ഫാത്തിഹയിൽ ബിസ്മില്ലാഹ് ചൊല്ലാൻ പോലും അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അവന്റെ നിസ്കാരം അതോടുകൂടി അവന്റെ കഴിഞ്ഞു.
പല രാജ്യത്തും ഖുർആൻ എടുത്തു ശുചിമുറിയിലിട്ട് വലിച്ചെറിയുന്നു, ചവിട്ടിയരയ്ക്കുന്നു, പേജുകൾ വലിച്ചു കീറുന്നു. പല വിധത്തിലുള്ള കാര്യങ്ങളാണ് ഖുർആനെ കുറിച്ചുണ്ടാവുന്നത്. ഖിയാമത്ത് നാളാകുമ്പോഴേക്കും ഖുർആൻ എന്ത് വിധിയാ? ഇപ്പോൾ തന്നെ ഈ അവസ്ഥയിലെത്തി. അവർ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു എന്തായാലും അവർക്ക് നൽകും. ഖുർആൻ ഇട്ടിട്ട് ബാത്റൂമിൽ ഇട്ട് ചവിട്ടുകയല്ലേ? വിചാരിക്കുന്ന കാര്യം പോലെയല്ല നടക്കുന്നത്. ഇത്രയും ഗൗരവമുള്ള ഒരു ഖുർആൻ, അതും അല്ലാഹുവിന്റെ പേരടക്കം. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഫോട്ടോയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫോട്ടോയും പോലും നമുക്ക് ഇബാദത്ത് ചെയ്യാൻ തരാണ്ടിരുന്നത്. ഇപ്പോൾ കാണാം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ദൈവങ്ങളെ ബാത്റൂമിന്റെ ഡോറായി കാണുന്ന സ്കൂളിലേക്ക്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അല്ലാഹുവിന്റെയും ഫോട്ടോ ബാത്റൂമിന്റെ മുമ്പിൽ ഇരിക്കുന്ന അവസ്ഥ വരുന്നത് കാരണമാണ് അല്ലാഹുവോട് നാം വോട്ട് നൽകാതിരുന്നത്. വോട്ട് നൽകാതെ പോലും ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങും. പക്ഷേ ഇവിടെ അതുപോലും നൽകാതെ ഗ്രന്ഥങ്ങളോടാണ് കഴിയുന്നത്. ഖുർആൻ വെറും ഒരു ബുക്കാണെന്നാണ് വിചാരം. ഇത്രയും പോലീസുകൾ അടങ്ങിയിട്ടുള്ള ഒരു പാത്രി പോലും ഇവിടേക്ക് വേണ്ടി ദുആ ചെയ്തു പോലും ചെയ്താൽ എന്താവശ്യമാണോ ആ ആവശ്യങ്ങൾ വെച്ച് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കാണ്ടിരിക്കുന്നതല്ല. എന്നിട്ട് ആ ഖുർആൻ, അതായത് ഹിന്ദുക്കളടക്കം മുസ്ലിങ്ങളടക്കം പോലും ഇങ്ങനെ ചെയ്യുന്നു. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളായി ജീവിച്ചുകൊണ്ട് ഖുർആൻ ഓതി അല്ലെങ്കിൽ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പുണ്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കട്ടെ അവര്. പക്ഷെ ചിന്തിച്ചു നോക്കുന്നില്ല. അത്രയും പൊട്ടുകാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അല്ലാഹു അങ്ങനെയുള്ളവരെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞിട്ട് വാക്കുകൾ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.